കാണുന്നു. മരിച്ച അടക്കപ്പെട്ട മോശ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഏലിയാവ്, ഇവർ രണ്ടുപേരും ഉണ്ട് കർത്താവിനോട് ഒരുമിച്ച് ആ മരുഭൂമിയിൽ വെച്ച് സംസാരിക്കുന്ന വിഷയം എന്താ? What was the topic which they were discussing among themselves? About the death which Jesus had to face in Jerusalem. അവൻ യെരൂശലേമിൽ സംഭവിപ്പാൻ നിര്യാണത്തെ കുറിച്ചാണ്. പണ്ട് ജീവിച്ചിരുന്നവർ വരുവാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാക്കൾ നിർജീവത്വത്തിലേക്കും അബോധാവസ്ഥയിലേക്കും അല്ല, അവർ ചൈതന്യമുള്ളവരായി സ്ഥിതി ചെയ്യുന്നു എന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് അഭികാമ്യമാണ്, ശരീരത്തിൽ ഇരിക്കുന്നത് എനിക്ക് നല്ലതാണ്. എന്തുകൊണ്ട്? I can work for the Lord, I can travel and preach the word of God, and also I can continue the activities in which I am involved. But അതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന എന്താ? എനിക്ക് വിട്ടുപിരിഞ്ഞാൽ എന്റെ കർത്താവിനോട് കൂടെ ഇരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒന്നുമില്ലായ്മയിലേക്ക് പോകുന്നു എന്നുള്ള ചിന്ത നാം മാറ്റിയിട്ട് ആത്മാക്കൾ പ്രജ്ഞയോട് ബോധത്തോട് സ്ഥിതി ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ലാസറേ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ immediately Lazarus was able to respond to the call of Christ, and he was prepared to come out of the tomb. കല്ലറയിൽ നിന്ന് പുറത്തേക്ക് ലാസർ വരികയാണ്. എങ്ങനെയാ വന്നത്? ഞാൻ പറയുന്നു, നമ്മൾ പഴയ കാലത്ത് ഓലക്കെട്ട്, ഓല ഇങ്ങനെ കുറുക്കാനും ഒക്കെ കൊണ്ട് തൂട്ടിടുന്നത് ഇങ്ങനെ കെട്ടായിട്ട് നീണ്ടിരിക്കും, പല കെട്ടുകളായിട്ട് ഓലക്കെട്ട് പോലെ. അതുപോലെയാ പുറത്തേക്ക് വന്നത്. അതെന്താ? ശരീരം മുഴുവൻ കെട്ടിവെച്ചിരിക്കുകയാണ്. യഹൂദന്മാരുടെ ശവസംസ്കാരത്തില് ഈ ശരീരം മുഴുവനും സുഗന്ധദ്രവ്യം ദേശത്ത് പൂശിയിട്ട് അത് കഴുത്ത് മുതൽ താഴെ വരെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ശീലകൾ ചുറ്റിയാണ് വെക്കുന്നത്. ചുമ്മാ നമ്മൾ തുണിയിടുകയുള്ളൂ. അവരങ്ങനെയല്ല, റാപ്പിംഗ് ദ ഹോൾ ബോഡി വിത്ത് ലിനൻ ക്ലോത്ത്. ആ തുണി കൊണ്ട് അവരിങ്ങനെ റാപ്പ് ചെയ്ത് വെക്കും. അവസ്ഥ സുഗന്ധദ്രവ്യവും വെച്ചിട്ട് ശരീരത്തിൽ പൂശിയിട്ട് പിന്നെ കഴുത്ത് തലയിൽ മറ്റ് ഒരു ശീലയും കിട്ടും. അത് ആ വിധത്തിലാണ് മൃതശരീരം അടുക്കുന്നത്. അപ്പോൾ ലാസർ എങ്ങനെയാ പുറത്തേക്ക് വന്നത്? ഈ ശീലകളോടെല്ലാം കെട്ടി അതേ രീതി ഓലക്കെട്ട് പുറത്തേക്ക് വരുന്നത് പോലെയാണ് ഇനി വന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവന്റെ കെട്ടുകളൊക്കെ അഴിക്കുക. ആ കെട്ടുകളൊക്കെ അഴിക്കാൻ പറഞ്ഞത് അവൻ പുറത്തേക്ക് വന്നത് ഈ വിധത്തിൽ തന്നെയാണ് പുറത്തേക്ക് വന്നത്. അങ്ങനെ വന്നപ്പോൾ കെട്ടുകൾ അഴിക്കുവാനായിട്ട് ഞാൻ ഇവിടെ ഓർക്കുന്നത്, ഇവിടെ വലിയൊരു അനുഭവമാണുള്ളത്. കെട്ടുകൾക്ക് അഴിയപ്പെടുന്നു. മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് വരുന്ന വലിയൊരു മാറ്റം ഇന്നതാ സംഭവിക്കേണ്ടത്. പ്രിയമുള്ളവരെ, പാപത്തിൽ ജീവിക്കുന്നവർ മരിച്ചവരാണ്. നാം പാപത്തിന്റെ അവസ്ഥയിലാണ് കഴിയുന്നെങ്കിൽ നിർജീവാവസ്ഥയിലാണ്. നമ്മുടെ കൈകളും കാലുകളും കെട്ടപ്പെട്ട അവസ്ഥയിലാണ്. ചില ദുശീലങ്ങൾ കൊണ്ട് നിങ്ങളുടെ കൈകൾ ബന്ധിച്ചിട്ടുണ്ട്. ചിലർക്ക് മദ്യപാനമായിരിക്കും, ചിലർക്ക് ലഹരിപീഡകളായിരിക്കും, ചിലർക്ക് സെക്ഷൽ അഡിക്ഷനായിരിക്കും, മറ്റു ചിലർക്ക് മറ്റു പലതുമായിരിക്കാം. വാചവലിച്ച് എന്തോ നിങ്ങളെയൊക്കെ ബന്ധിച്ചിട്ടിട്ടുണ്ട്. ആ ബന്ധനങ്ങൾക്ക് നയിക്കാനാണ് കർത്താവ് പറയുന്നത്. അത് നിങ്ങളാ ചെയ്യേണ്ടത്. കർത്താവ് പറഞ്ഞത് നിങ്ങൾ കെട്ടഴിക്കണം. ഇറ്റ് ഈസ് യുവർ ടാസ്ക് ടു അൺടൈ യുവർസെൽഫ്. അതാ കുമ്പസാരമൊക്കെ വെച്ചിരിക്കുന്നത്. എന്റെ ബന്ധനങ്ങൾ എന്തൊക്കെയാണ്? എന്നെ പിടിയിട്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? എനിക്ക് മുമ്പോട്ട് പോകുവാൻ ചലിക്കുവാൻ നിവൃത്തിയില്ലാതെ ബന്ധിച്ചിട്ടിരിക്കുന്നത് എന്തൊക്കെയോ ഉണ്ട്. പ്രിയമുള്ളവരെ, അത് നിങ്ങൾക്ക് അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധപ്പെടുത്തും എന്ന് പറയുന്നത് നാം ഓർക്കണം. എനിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യം വരില്ല, അച്ഛൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യം വരില്ല. Only when the Holy Spirit works, He shall convict you of your sin. എന്താണ് നിന്നെ മുറുകപ്പെട്ടുന്ന പാപം? പല വർഷങ്ങളായി നിന്നിൽ ഇങ്ങനെ ഇഴുകിച്ചേർന്നിരിക്കുന്നത്. നിന്നോട് ഫിസിക്കൽ സ്പിരിച്വൽ ആയിട്ട് നിന്റെ അഹന്ത, നിന്റെ സ്വാർത്ഥത, നിന്റെ കോപ സ്വഭാവം, അതുപോലെ മറ്റു പലതുണ്ട്. എന്തൊക്കെ എന്നുള്ളത് let the Spirit convict you.
ആത്മാവ് നമ്മൾ ബന്ധിച്ചിട്ടിരിക്കുന്ന ആ ബന്ധനത്തിൽ നിന്ന് അഴിച്ചു മാറ്റുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ആ ബന്ധനയൊക്കെ അഴിച്ചു മാറ്റിക്കഴിയുമ്പോഴാണ് then you can go forward. And the same thing has to happen. നമ്മൾ ഈ ധ്യാനത്തിൽ കൂടി നമ്മൾ ഈ കഥാനുഭവമായിട്ടുള്ള ശുശ്രൂഷയിൽ കൂടി നമുക്ക് ലഭിക്കേണ്ടത് ഈ വലിയൊരു അനുഭവമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിങ്ങൾ എന്റെ പ്രസംഗം കേട്ടു. ചില പ്രസംഗം തരങ്ങളിലായിരുന്നു. ഇത്ര മാർക്കൊന്നും ഇടാനല്ല, നിങ്ങൾ സർട്ടിഫിക്കറ്റ് എനിക്കൊണ്ട് വേണ്ടതാണ്. പക്ഷെ എനിക്കൊന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് കാണുവാൻ. എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന അനവധി നാളായി എന്നെ ആ നിർജീവ അവസ്ഥയിൽ ആത്മീയമായ സന്തോഷമില്ലാതെ ജീവനില്ലാതെ ജീവിച്ചിരിക്കും, ചത്തതിനൊക്കെ ജീവിച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ ഒരു സഭയെ പറ്റി പറയുന്നുണ്ട്. ഏത് സഭയാണ്? നിങ്ങൾ ഒരുപാട് പുസ്തകത്തിലാണ് പറയുന്നത്. ജീവനുള്ളവരുടെ പേരുണ്ടെങ്കിലും എന്താണ് ഇവിടെ പറയുന്നത്? നീ ചത്തവനാകുന്നു എന്നാ പറയുന്നത്. സർദീസിലെ സഭയെ പറ്റിയാ പറയുന്നത്. ഇത് സിഡ്നിയിലെ സഭയെ പറ്റി പറയാനും ഇടയുണ്ടോ? നിനക്ക് ജീവനുണ്ട്, നീ വലിയ പള്ളിയൊക്കെ പണിയിച്ചിട്ടുണ്ട്, നിനക്ക് അതുകൊണ്ട് ഇതൊക്കെ ഉണ്ട്, നീ ജീവനുള്ളവരുടെ പേരുണ്ടെങ്കിലും നീ ചത്തവനാകുന്നു എന്ന് പറയത്തൊക്കെ വേണം. പാപത്തിന്റെ ആ പിടിയിൽ, പാപത്തിന്റെ കെണിയിൽ, പാപത്തിന്റെ സ്വാധീനത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ അതുകൊണ്ടാണ് മുടിയനായ കുറിച്ച് തിരികെ വന്നപ്പോൾ അപ്പൻ പറഞ്ഞത് വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നു. അതാവന്റെ സന്തോഷം. He was dead when he was living with prostitutes, when he was living in adultery, when he was living in immoral life. He was dead. അങ്ങനെയുള്ള അവൻ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് ജീവനുള്ളവരായി. പ്രിയമുള്ളവര്, നമുക്ക് ഈ നിർജീവത്വത്തിൽ നിന്ന് ജീവന്റെ അനുഭവത്തിലേക്ക് വരുവാൻ ആവശ്യപ്പെടുന്നു. അപ്പോഴാ വിളിക്കുന്നത്, എങ്ങനെ വിളിക്കുന്നു? ലാസറേ പുറത്തേക്ക് വരിക. നിങ്ങളെ പേര് വിളിക്കുകയാണ്. He knows your name. ആരുടെയും പേരുകൾ തനിക്കറിയാം. അതുകൊണ്ടാണല്ലോ അത്തിയുടെ ചോദിച്ചിൽ ചെന്നിട്ട് നേരെ മുകളിലേക്ക് നോക്കി. നേരെ മുകളിലേക്ക് നോക്കി തക്കായി അതിന് മുമ്പ് ഒരിക്കലും യേശുവിനെ കണ്ടിട്ട് പോലുമില്ല. യേശു എങ്ങനെയുള്ളവന്ന് ഒന്ന് കാണാൻ വേണ്ടിയാ മത്സരിക്കുന്നത്, മറ്റൊന്നും ആഗ്രഹിച്ചില്ല. Just to see him, because he is a friend to the publicans and the tax gatherers, and so it's a golden opportunity at least to see him. That was all what he desired, just to have a glance at him. അതാ മത്സരിക്കുന്നത്. അവിടെ നോക്കി കർത്താവ് താഴെ മുകളിലേക്ക് നോക്കിയിട്ട് എന്താ വിളിച്ചത്? സർക്കാരി നീ വേഗം വരിക. He was surprised, taken by surprise. How could he know my name? എന്റെ പേരെങ്ങനെയാ അറിയുന്നത്? ഞാനിവരെ കണ്ടിട്ടില്ല, എന്നെ കേട്ടിട്ടില്ല, ഞാൻ എന്നെയും കണ്ടിട്ടുമില്ല. How could you know my name? അതെ, നിന്റെ പേരറിയാം. അത് അവിടത്തേക്ക് അറിയാവുന്ന ഒന്നാണ്. ആ പേര് ചൊല്ലിയാ വിളിക്കുന്നത്. യു കം ഔട്ട്. ഇപ്പോഴത്തെ നിന്റെ ബന്ധനത്തിൽ നിന്ന്, ആ കുഴിമാടത്തിൽ നിന്ന് യു കം ഔട്ട്. വന്നു കഴിയുമ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് ഒരു പുതിയ ജീവന്റെ അനുഭവം നമുക്ക് കൈവരുവാനുണ്ട്. And that is what we expect for the Holy Week services and also for the Easter. Easter നമ്മൾ ആഘോഷിക്കും. അവസാനം കൂടി പറഞ്ഞ് ഞാൻ ഈ വാക്കുകളെ നിർത്തുകയാണ്. അവസാനത്തേക്ക് നമ്മൾ വരുമ്പോൾ പിന്നീട് നമ്മൾ അവിടെ കാണുന്നത് ലാസർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. ദെൻ ഒരു വലിയ സദ്യ ഒരുക്കുന്നുണ്ട് ആ വീട്ടില്. A great feast was arranged. അത് എന്തിനു വേണ്ടിയാ? ഈ വലിയ സന്തോഷം, ആനന്ദം അനുഭവിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ആ അതിഥികളെ എല്ലാം വിളിച്ച് അവിടെ വലിയ വിരുന്നൊരുക്കിയിരിക്കുകയാണ്. ആ വിരുന്നിൽ ആരുണ്ട്? Jesus was invited. He is the chief guest there in that faith feast. ലാസർ ഇരിപ്പുണ്ട്. അതായിരുന്നു വലിയൊരു സന്തോഷം. നമുക്ക് ഈസ്റ്ററിന്റെ വലിയ സന്തോഷം കുർബാന അനുഭവത്തിലേക്ക് വരുന്നത് ആ വലിയ ഫീസ്റ്റാണ്. ദ ഗ്രേറ്റസ്റ്റ് ഫീസ്റ്റ് നമുക്ക് ലഭിക്കാവുന്ന വലിയ വിരുന്നാണ്. ആ വിരുന്ന് നമ്മൾ പങ്കുചേരണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരു കാര്യം സംഭവിക്കണം. എന്ത്? മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഒരു മാറ്റം ഉണ്ടാകണം.
ബന്ധിച്ചിട്ടിരിക്കുന്നതിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു വിമോചനം ഉണ്ടാകണം. അതുണ്ടായി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ സെലിബ്രേഷൻ, ഈസ്റ്ററിന്റെ സെലിബ്രേഷൻ അർത്ഥപൂർണമാകുകയുള്ളൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നമുക്ക് നോമ്പ് നോക്കാത്തവരും അതുപോലെ മറ്റോ ഉപവസിക്കാത്തവരും ഒക്കെ നോമ്പ് പീഡനമല്ല, നോമ്പ് പീഡിക ഭംഗിയായിട്ട് ആചരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അതൊരു സന്തോഷത്തിന് അനുഭവമായി തീരണം എങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് വരണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത് കർത്താവിൽ കൂടിയുള്ള ഒരു വലിയ ജീവന്റെ സന്തോഷം അനുഭവിക്കുന്നതിനായിട്ടാണ് നമുക്ക് സമർപ്പിക്കുന്നത്. നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥനയ്ക്കായി സമയം എടുക്കും. ഞങ്ങൾക്ക് ഈ ദിവസത്തിന്റെ ഈ സായംകാലം ഇങ്ങനെ അവസരം ഒരുക്കി തന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബേഥാനിയായിലെ ഭവനത്തെ ഞങ്ങൾ ഈ സമയത്ത് നന്ദിയോടും സന്തോഷത്തോടും കൂടി ഓർക്കുന്നു. ഭാഗ്യമുള്ള ഒരു ഭവനം, മറ്റൊന്നുകൊണ്ടുമല്ല, കർത്താവിനെ വീറ്റുള്ളതായ എരിവും ശുഷ്കാന്തിയുമായിരുന്നു ആ കുടുംബാംഗങ്ങൾക്കുള്ളത്. മാത്യയാണെങ്കിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ, സൽക്കരിക്കുന്ന കാര്യത്തിൽ അവർക്ക് കർത്താവിന് സന്തോഷം വരുത്തുവാൻ തക്കവണ്ണം, സംതൃപ്തി വരുത്തുവാൻ തക്കവണ്ണം മെച്ചപ്പെടുന്നു. മതിയോ പാതയ്ക്ക് നിന്നുകൊണ്ട് കർത്താവിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ കേട്ട് അതിൽ മുഴുകി അതിൽ ആനന്ദം കണ്ടെത്തി നല്ല പങ്ക് തിരഞ്ഞെടുത്തുകൊണ്ട് തൃപ്പാദത്തിൽ ഇരിക്കുന്നു. ലാസറും അതുപോലെ ആ വിധത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ തുടരുന്ന ആ ഒരു ധന്യമായ കുടുംബം, 3 അംഗങ്ങളുടെ ആ കുടുംബം, 3 പേരും കർത്താവിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന എത്രയോ സന്തോഷകരമായ ഒന്ന്. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗ്യം, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഉയർച്ച, അതിന്റെ സന്തോഷം എന്ന് പറയുന്നത് അങ്ങയോടുള്ള ഞങ്ങളുടെ ബന്ധം അതേത് വിധത്തിലായിരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാകുന്നുവല്ലോ. സമ്പത്ത് വരുന്നത് കൊണ്ട് സന്തോഷം വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അനുഗ്രഹവും പലപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് ഉണ്ടാകുന്നത്. എന്നാൽ നീ ഞങ്ങളുടെ കുടുംബത്തിന്റെ ദിവ്യ അതിഥിയായി കടന്നു വരുമ്പോൾ, നീ ഞങ്ങളോടുകൂടെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കുമ്പോൾ
പ്രയാസങ്ങൾ വരുമ്പോഴും ഞെരുക്കങ്ങൾ വരുമ്പോഴും അവിടുന്ന് തന്നെ പരിഹാരം വരുത്തി ഞങ്ങൾക്ക് സന്തോഷവും ആനന്ദവും അനുഗ്രഹവും അവിടുന്ന് പകർന്നു തരുമല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ പരാജയങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കരുത്. പ്രാർത്ഥനയുടെ അനുഭവത്തിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ അലസതയും വീഴ്ചയും ഒക്കെയും നീ ഞങ്ങളോട് ക്ഷമിച്ച് കൂടുതൽ നിശ്ചയോടുകൂടി the family that prays together stays together, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമയിൽ പുലരും. ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബമായി അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന അവിടുത്തെ പാദത്തിൽ ചേർന്നിരിക്കുന്ന കുടുംബമായി ഞങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്നോട് ചേർന്ന് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്, ഇപ്പോഴും നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. രോഗത്തിന്റെ വിധത്തിൽ ശാരീരികമായ പ്രയാസങ്ങൾ കൂടി, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, മക്കളെ പറ്റിയുള്ള ഉത്കണ്ഠ, അവരുടെ ചില പരാജയങ്ങൾ, ഇതൊക്കെയും ഓർത്ത് ഞങ്ങൾ പലപ്പോഴും നിരാശപ്പെടുന്ന സാഹചര്യമുണ്ടല്ലോ. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ആ വേദാന്യായ സഹോദരികൾ ചെയ്ത മാതൃക ഞങ്ങൾ പിന്തുടരുവാൻ ഞങ്ങൾ പ്രേരിപ്പിക്കണമേ. ഞങ്ങൾക്ക് പ്രിയനായവൻ രോഗിയായിരിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ നിന്നെ അറിയിക്കുന്ന പ്രാർത്ഥനയിൽ കൂടി ഞങ്ങൾക്ക് അത് പരിഹാരം കണ്ടെത്തുവാൻ തക്കവണ്ണമുള്ള ആ വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. നിരാശയെ അതിജീവിക്കുന്ന ഒന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തിൽ കൂടി നിങ്ങളിലേക്ക് ഞങ്ങളുടെ ദൃഷ്ടികൾ ഉയർത്തി അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവരവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്നുള്ള അനുഭവം ഞങ്ങൾക്ക് അവിടുന്ന് പകർന്നു തരണമേ. മാത്രമല്ല കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നത് എത്രയോ സന്തോഷമുള്ള അനുഭവം. കാരണം ഞങ്ങളുടെ വേദനകളെ അവിടുന്ന് അറിയുന്നു. ഞങ്ങളോടുകൂടി കരയുന്ന, വേദനപ്പെടുന്ന, ഞങ്ങളുമായി ഏകീഭവിക്കുന്ന ആ സാന്നിധ്യം ഞങ്ങൾ ഓർക്കുന്നു. ഇതാ അവിടുന്ന് ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന കുരുമാണത്തിൽ, ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തിൽ നിന്നൊക്കെ പുറത്തു വന്ന് ജീവന്റെ അനുഭവത്തിൽ, സന്തോഷത്തിന്റെ അനുഭവത്തിൽ, മുന്നേറ്റത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ നീ ഞങ്ങളെ വിളിക്കുന്നു. ആ വിളിക്കുത്തരം നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. മാത്രമല്ല കത്തുമേശയിൽ ഞങ്ങൾ ഒരുമിച്ച് ആ വലിയ സന്തോഷത്തിൽ അത് പങ്കാളികളായി തീർന്നുകൊണ്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകണമേ. ആയ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നുവെന്നേക്കും തന്നെ. ആമേൻ.